നിയോഗത്താലി ശ്രീനന്ദ വേഗം യൂണിഫോം മാറ്റി കുളിച്ച് റെഡിയായി പുറത്തേക്കിറങ്ങി. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും അവൾക്ക് മനസ്സിലൊരു സമാധാനം കിട്ടുന്നുണ്ടായിരുന്നില്ല. അതിനു പിന്നിലെ കാരണം അഥർവിനിപ്പോൾ തന്നോടുള്ള ആ നേരിയ പരിഭവമാണെന്ന് മനസ്സിലാക്കിയതും ശ്രീനന്ദയുടെ അധരങ്ങളിൽ ഒരു ചെറിയ ചിരിവിടർന്നു. ഇത്രയും പെട്ടെന്നൊക്കെ അഥർവിനെ അംഗീകരിക്കാനായി തന്റെ മനസ്സ് പാകപ്പെട്ടോ എന്ന് അവൾ അത്ഭുതത്തോടെ ഓർത്തു. അഥർവിനോട് യാതൊരു തരത്തിലുള്ള ഇഷ്ടവും മനസ്സിൽ ഇല്ലായിരുന്നെങ്കിൽ അവൻ പിണങ്ങിയപ്പോൾ തന്റെ മനസ്സ് ഇത്രയും വേദനിക്കില്ലായിരുന്നു. താന് അതൊന്നും ഓർത്ത് ഇത്രയും ആകുലപ്പെടില്ലായിരുന്നു. ശ്രീനന്ദ പരിഭ്രമത്തോടെ ഓർത്തു. യാന്ത്രികമായി തന്നെയാണ് കുളിച്ചിറങ്ങിയതും തല തുവർത്തിയതും എല്ലാം. നെറ്റിയിലൊരു പൊട്ട് വെക്കാൻ പോലും മറന്നുകൊണ്ടാണ് നേരെ താഴേക്ക് നടന്നത്. സ്വപ്ന ലോകത്തെന്നതുപോലെ അടുക്കളയിലേക്ക് നടന്നു വരുന്ന ശ്രീനന്ദയെ ഇന്ദിര കണ്ണു ചുരുക്കി നോക്കി. മോളെന്താ കുളിച്ചു പാടിയിറങ്ങി വന്നതാണോ? തലയൊന്നും തുവർത്തിയില്ലല്ലോ. കഴുത്തിൽ കൂടി മുന്നോട്ട് കിടന്ന ശ്രീനന്ദയുടെ ഒരു ഭാഗം മുടിയിൽ കൂടി ഉതിർന്നു വീഴുന്ന വെള്ളത്തുള്ളികൾ കണ്ടതും ഇന്ദിര ചോദിച്ചു. പെട്ടെന്നാണ് അവൾക്ക് സ്വബോധം വന്നത്. എന്താ എന്താ അമ്മ ചോദിച്ചത്? അതുകൊള്ളാം. അപ്പൊ ഞാൻ ഇത്ര അടുത്തു നിന്ന് ചോദിച്ചതൊന്നും കേട്ടില്ലേ? ഇന്ദിര അവളെ ഒരു കുറുമ്പോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇല്ലമ്മേ, ഞാൻ ശ്രദ്ധിച്ചില്ല. വേറൊന്നുമല്ല, ദാ മുടിയിൽ കൂടി മുഴുവൻ വെള്ളവും വാർന്നു പോകുന്നു. വല്ല പനിയും പിടിക്കില്ലേ? വേഗം പോയി തല നല്ലപോലെ തോർത്തിട്ട് വന്നേ. ചെല്ല്. ഇന്ദിര അത് പറഞ്ഞതും ശ്രീനന്ദ അപ്പോഴാണ് പിന്നിലേക്ക് കിടക്കുന്ന മുടിത്തുമ്പ് മുന്നിലേക്കാക്കിക്കൊണ്ട് നോക്കുന്നത്. മുടിത്തുമ്പിൽ നിന്നും ഊർന്നു വീണ വെള്ളത്തുള്ളികൾ ഡ്രസ്സിന്റെ പിൻഭാഗം മുഴുവനായി നനച്ചിട്ടുണ്ട്. മറ്റൊന്നും ചിന്തിക്കാതെ അവൾ ധൃതിയിൽ മുകളിലേക്ക് ഓടി. ഈ കുട്ടിക്കിത് എന്തു പറ്റി? ഇന്ന് രാവിലെ തൊട്ട് തുടങ്ങിയതാണല്ലോ ഈ കിളി പോയതുള്ള നിൽപ്പും നടപ്പുമൊക്കെ. ഇന്ദിര മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന ജോലി തുടർന്നു. മുറിയടച്ച് താഴേക്കിറങ്ങാൻ തുടങ്ങുന്ന അഥർവ് കാണുന്നത് ധൃതിയിൽ മുറിയിലേക്ക് ഓടിപ്പോയി വാതിലടയ്ക്കുന്ന നന്ദയാണ്. അവനൊരു സംശയത്തോടെ അവളുടെ മുറിക്ക് മുമ്പിൽ നിന്നു. ശേഷം മറ്റൊന്നും ചിന്തിക്കാതെ നേരെ താഴേക്ക് ഇറങ്ങി വന്നു. അടുക്കളയിൽ നിന്നുകൊണ്ട് തന്നെ ഇന്ദിര കാണുന്നുണ്ടായിരുന്നു അഥർവ് റെഡിയായി താഴേക്ക് വന്നത്. ആഹാ, നീ വേഷം മാറിയോ? ഞാൻ ഇപ്പൊ തന്നെ കോഫി എടുക്കാം. പതിയെ മതിയമ്മേ. അതും പറഞ്ഞുകൊണ്ട് അഥർവ് TV ഓൺ ചെയ്ത് ലിവിംഗ് റൂമിലേക്ക് ഇരുന്നു. അപ്പോഴേക്കും ശ്രീനന്ദ മുടിയിലെ വെള്ളമൊക്കെ നന്നായി തുവർത്തി പാതി നനഞ്ഞ ടീഷർട്ട് മാറ്റി പുതിയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നേരെ താഴേക്ക് നടന്നു. ഇന്ദിര കോഫി തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. മോളെ, ദാ ഈ കോഫി അഥർവിന് കൊടുത്തേക്ക്. അവൻ ലിവിംഗ് റൂമിൽ ഇരിപ്പുണ്ട്. പെട്ടെന്ന് ഇന്ദിര പറഞ്ഞതും ശ്രീനന്ദ ഒരു പകപ്പോടെ അവരെ നോക്കി നിന്നു. തന്നോട് ദേഷ്യമുള്ളതുകൊണ്ട് ഇനി താൻ കൊടുക്കുമ്പോൾ അഥർവ് കോഫി കുടിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും? അവൾ ആലോചനയോടെ നിൽക്കുന്ന കണ്ടതും ഇന്ദിര അവളുടെ കയ്യിൽ തട്ടി വിളിച്ചു. എന്താണ് ഇത്ര ആലോചന? ഇതങ്ങ് കൊണ്ട് കൊടുക്കവന്. ചെല്ല്. അതും പറഞ്ഞുകൊണ്ടവർ കോഫി അടങ്ങിയ മഗ് അവളുടെ കയ്യിലേക്ക് നിർബന്ധമായി വെച്ചു കൊടുത്തു. മനസ്സിൽ ചില തീരുമാനങ്ങളോടൊക്കെയാണ് ശ്രീനന്ദ അഥർവിന്റെ അടുത്തേക്ക് നടന്നത്. മറ്റൊന്നുമല്ല, അവന്റെ മുമ്പിൽ ഉയർത്തിപ്പിടിച്ച മുഖത്തോടുകൂടി തന്നെ കോഫി കൊടുക്കണമെന്ന് അവൾ ദൃഢനിശ്ചയമെടുത്തു. പക്ഷെ തിരിഞ്ഞിരുന്ന് TV-യിലേക്ക് നോക്കുന്ന അഥർവിനെ കണ്ടതും അവൾക്ക് പിന്നെയും വെപ്രാളം. അവൾ പോലും അറിയാതെ തന്നെ അവളുടെ മുഖം കുനിഞ്ഞുപോയി. താഴ്ത്തിപ്പിടിച്ച മുഖത്തോടെയാണ് അഥർവിന് നേർക്ക് ചായക്കപ്പുമായി അവൾ വന്നത്. കുറച്ചേറെ നേരം അവന് നേർക്ക് ചായക്കപ്പ് നീട്ടിപ്പിടിച്ചെങ്കിലും അവനൊരു നോട്ടം കൊണ്ടുപോലും അവളെ കടാക്ഷിച്ചില്ല. കോഫി, ശ്രീനന്ദ പതിയെ പറഞ്ഞു. അഥർവ് അവളെ രൂക്ഷമായി ഒന്ന് നോക്കി. ഇതെന്താ, പെണ്ണ് കാണൽ വലുതുമാണോ? ഇത്ര നാണത്തോടെ കോഫിയുമായിട്ട് വരാൻ? അബദ്ധം പിടിഞ്ഞതുപോലെ നാവ് കടിച്ച് ശ്രീനന്ദ. ദ്രുതഗതിയിൽ ശ്രീനന്ദ മുഖമുയർത്തി അഥർവിന്റെ നേർക്ക് നോക്കി. നോക്ക് ശ്രീനന്ദ, ഞാൻ തന്നോട് പറഞ്ഞല്ലോ, തനിക്ക് എന്റെ മുമ്പിലേക്ക് വരാൻ ഇത്രയും പേടിയാണെങ്കിൽ താൻ വരണ്ട. പ്രശ്നം തീർന്നില്ലേ? പെട്ടെന്ന് അഥർവ് അങ്ങനെ പറഞ്ഞപ്പോ തിരിച്ചെന്തു പറയണം എന്നറിയാതെ നിന്നു അവൾ. എനിക്കെങ്ങനെ പേടിയൊന്നുമില്ല. എന്നാ കോഫി വേണ്ട, താന് അതാ ടേബിളിൽ വെച്ചേക്ക്. അഥർവ് അത് പറഞ്ഞപ്പോ ശ്രീനന്ദ വിലങ്ങനെ തലയാട്ടി. പ്ലീസ്, ഇത് വാങ്ങൂ. ശ്രീനന്ദ ശബ്ദം താഴ്ത്തി പറഞ്ഞു. അഥർവ് കോഫിയുമൊക്കെ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിയതും തിരികെ അടുക്കളയിലേക്ക് ഒരു ഓട്ടമായിരുന്നു. അവളുടെ ആ പോക്കും നോക്കി
അതിർവിന് പോക്കും നോക്കിയിരുന്ന അതിർവിന് ചിരി കടിച്ചു പിടിക്കാനായില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവൻ ചിരിച്ചു. ചിരിച്ചുകൊണ്ട് നേരെ നോക്കുന്നത് ആരിനെയും കൂട്ടി അകത്തേക്ക് കയറി വരുന്ന മാധവന്റെ നേർക്കാണ്. പെട്ടെന്ന് മാധവനെ കണ്ടതും മുഖത്തെ ചിരി കടിച്ചു പിടിച്ച് ഫോണിലേക്ക് മുഖം പൂഴ്ത്തി ഇരുന്ന് കളഞ്ഞ അതിർവ്. അവന്റെ ആ ഇരിപ്പും പാവവും അല്പം മുമ്പ് അവിടുന്ന് ഓടിപ്പോയ ശ്രീനന്ദിയും എല്ലാം കൂടി ചേർത്ത് വായിച്ചപ്പോൾ അപ്പോൾ ഇന്ദിരയുടെ സെലക്ഷൻ തെറ്റിയില്ല. മാധവ് മനസ്സിലോർത്തുകൊണ്ട് അകത്തേക്ക് കയറിയത്. അതിർവിനെ കണ്ടപാടെ തന്നെ ആര്യൻകുട്ടൻ ഓടി അതിർവിന്റെ അടുത്തേക്ക് വന്നു. അച്ഛനൊന്ന് നേരത്തെ വന്നോ? ഒരു കൊഞ്ചലോടെ ആര്യൻ അതിർവിനോട് ചോദിച്ചു. ഇന്ന് അച്ഛൻ ഓഫീസിലൊരു മീറ്റിംഗ് ആയിരുന്നു, അതുകൊണ്ട് അച്ഛൻ ഇന്ന് കുറച്ച് നേരത്തെ വന്നു. ഞാൻ വേഗം പോയി ഫ്രഷ് ആയിട്ട് വരാമേ. അതും പറഞ്ഞുകൊണ്ട് ആര്യൻ അകത്തേക്ക് ഓടി. അതിർവിന് കോഫി കൊടുത്തിട്ട് ഒരു വെപ്രാളത്തോടെ ഓടിയലച്ച് ശ്രീനന്ദ അടുക്കളയിലേക്ക് വന്നതും ഇന്ദിര അവളെ കാര്യം മനസ്സിലാകാത്തതുപോലെ നോക്കി. എന്തുപറ്റി ഇത്ര ധൃതിയിൽ ഓടി വരാനായിട്ട്? അതൊന്നുമില്ലമ്മേ. പെട്ടെന്ന് മുഖത്ത് സ്വാഭാവികത വരുത്തിക്കൊണ്ട് അവൾ പറഞ്ഞു. മറുപടിയായി ഇന്ദിര ഒന്ന് ചിരിച്ചതേയുള്ളൂ. പിന്നെ ശ്രീനന്ദ കോഫിയും കുടിച്ച് താഴെ തന്നെ ഇരിക്കുന്ന സമയം ഇന്ദിര പോയി ആര്യനെ ഫ്രഷാക്കി താഴേക്ക് കൊണ്ടുവന്നു. പിന്നെ കുറേയേറെ സമയം അഥർവും ഇന്ദിരയും ആര്യനും ശ്രീനന്ദയും മാധവനും അവരെല്ലാവരും ചേർന്ന് ഗാർഡനിൽ സ്പെൻഡ് ചെയ്തു. ആര്യനും അഥർവും തമ്മിൽ ഗാർഡനിൽ ക്രിക്കറ്റ് കളിച്ചു. ഇന്ദിര ആ സമയം മാധവനോടും ശ്രീനന്ദ ആ സമയം മാധവനോടും ഇന്ദിരയോടും ഒപ്പം വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. അതിനുശേഷം ഏകദേശം സന്ധ്യ മയങ്ങി തുടങ്ങിയ നേരത്താണ് അവരെല്ലാവരും തിരികെ അകത്തേക്ക് കയറിയത്. ശ്രീനന്ദ അകത്തേക്ക് കയറിയതിനു പിന്നാലെ ആര്യനും അവളുടെ പിന്നാലെ വന്നു. ആൻറ്റി, ഇന്ന് ആൻറ്റി എന്നെ പഠിപ്പിച്ചാൽ മതി. എനിക്ക് ആൻറ്റി പഠിപ്പിക്കുന്ന ഇഷ്ടം. അതിനെന്താ, ആൻറ്റി പഠിപ്പിക്കാമല്ലോ, ശ്രീനന്ദ മറുപടിയും പറഞ്ഞു. ഇതും കേട്ടുകൊണ്ടാണ് അഥർവ് അകത്തേക്ക് കയറി വന്നത്. വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അല്പം കനത്തിലുള്ള അഥർവിന്റെ ശബ്ദം കാതിൽ പതിഞ്ഞതും ശ്രീനന്ദ മുഖമുയർത്തി അഥർവിനെ നോക്കി. ശ്രീനന്ദ പോയി തനിക്ക് പഠിക്കാനുള്ളത് പഠിക്കൂ. ആരും വരൂ, ആര്യനെ ഞാൻ പഠിപ്പിച്ചു തരാം. വേണ്ടച്ച, ആൻറ്റി പഠിപ്പിച്ചാൽ മതി. നോക്കാര്യൻ, വാശി പിടിക്കരുത്. ഇത്രയും ദിവസം അച്ഛനല്ലേ പഠിപ്പിച്ചു തന്നത്, പിന്നെന്താ ഇപ്പോൾ ഒരു പ്രത്യേകത? അഥർവത് ചോദിച്ചുകൊണ്ട് ആര്യൻകുട്ടനെ കയ്യിലെടുത്ത് മുകളിലേക്ക് നടന്നു. ഇന്ദിരയും മാധവനും ആദ്യം അകത്തേക്ക് കയറി വന്നതിന് ഈ വക സംസാരങ്ങളൊന്നും അവർ രണ്ടാളും കേട്ടിരുന്നില്ല. ശ്രീനന്ദയ്ക്കെന്തോ അഥർവിൻ്റെ ആ സംസാരം അത് വല്ലാത്ത വിഷമവും ഉണ്ടാക്കി. തന്നോടുള്ള എതിർപ്പ് മൂലമാണ് അവൻ ആര്യനെ പോലും തന്നോട് അടുക്കാൻ സമ്മതിക്കാത്തത് എന്നാണ് അവളുടെ മനസ്സ് ചിന്തിച്ചു കൂട്ടിയത്. വല്ലാത്തൊരു വിഷമത്തോടെ ശ്രീനന്ദ സ്റ്റഡി റൂമിലേക്ക് പോയത്. അതേസമയം ആര്യനെയും തോളിലെടുത്ത് മുറിയിലേക്ക് കയറിയ അഥർവ് അവനെയും കൊണ്ട് സ്റ്റഡി ടേബിളിനടുത്തേക്കിരുന്നു. ആര്യൻ ഇപ്പോഴും നേരിയ പിണക്കത്തിലാണ്. അതിന്റെ പ്രതിഫലനം എന്നോണം അവന്റെ കുഞ്ഞിക്കവളുകൾ വല്ലാണ്ട് വീർത്തിരുന്നു. കൈ കെട്ടി മുഖം കുനിച്ച് അഥർവിനെ നോക്കാതെ ഇരിക്കുകയാണ് കുഞ്ഞിച്ചക്കൻ. നോക്കാര്യൻ. അഥർവ് അവന്റെ താടിത്തുമ്പ് പിടിച്ചുയർത്തി മെല്ലെ അവന്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു. അച്ഛൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നറിയോ? അച്ഛൻ പറഞ്ഞതല്ലേ, ഇന്നലെ തന്നെ ആൻറ്റി വലിയ ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്. അപ്പോൾ ആൻറ്റിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. മാത്രമല്ല, ആൻറ്റിക്ക് എക്സാമൊക്കെ വരാൻ പോവാണ്, അതും വലിയ എക്സാം. അതുകൊണ്ട് ആൻറ്റി ഫ്രീ ആയിട്ടിരുന്ന് പഠിക്കട്ടെ. ആര്യൻകുട്ടനെ അച്ഛൻ പഠിപ്പിച്ചു തരില്ലേ? പിന്നെ ആൻറ്റിയുടെ എക്സാംസ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ആൻറ്റിയോട് പറയാം ആര്യൻകുട്ടനെ ഹെൽപ്പ് ചെയ്യാൻ. അതൊക്കെ അല്ലേ? അഥർവ് കാര്യമായിട്ട് ആര്യനോട് പറഞ്ഞതും പെട്ടെന്ന് തന്നെ അവൻ്റെ മുഖം തെളിഞ്ഞു. ഓക്കെ അണച്ച എന്ന രീതിയിൽ അവൻ തംസപ്പ് കാണിച്ചു. അതോടെ അഥർവ് ആര്യൻ്റെ ബുക്കുകൾ ഓരോന്നും ബാഗിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചുകൊണ്ട് അവനെ പഠിപ്പിക്കാൻ തുടങ്ങി. ശ്രീനന്ദയ്ക്കാണെങ്കിൽ പഠിക്കാനായി ബുക്ക് തുറന്നു വെച്ചിരുന്നിട്ടും യാതൊന്നും തലയിൽ കയറുന്നില്ല. അവളുടെ മനസ്സിൽ ഇപ്പോഴും ആര്യനും അഥർവ് താഴെ വെച്ചു പറഞ്ഞ ചില വാക്കുകളും മാത്രമാണ്. എങ്കിലും പഠനത്തിൽ കൂടിയേ ഇനി തനിക്ക് ഉയർന്നു വരാൻ കഴിയൂ എന്ന ഉറച്ച ബോധ്യം അവളുടെ മനസ്സിലുള്ളതുകൊണ്ട് തന്നെ തൽക്കാലം ആ വക ചിന്തകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അവൾ പഠിക്കാൻ തന്നെ തീരുമാനിച്ചു. അന്നെന്തോ തിരുവാതിരയുടെ പ്രാക്ടീസ് ആരും വന്നിരുന്നില്ല. എല്ലാവർക്കും വീടുകളിൽ ഓരോരോ തിരക്കുകൾ ഉള്ളതുകൊണ്ട് തന്നെ
അവർ പ്രാക്ടീസ് ശനിയും ഞായറും മാത്രമാക്കാൻ തീരുമാനിച്ചു. അതിനു പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട്. വേറൊന്നുമല്ല, ഇന്ദിരയുടെ ഇടപെടലാണ്. ശ്രീനന്ദയ്ക്ക് എക്സാംസ് വരുവാണെന്നും വൈകുന്നേരത്തുള്ള പ്രാക്ടീസ് അവളുടെ പഠനത്തെ ബാധിക്കുമെന്നും ഇന്ദിര പറഞ്ഞതുകൊണ്ട് കൂടിയാണ് ബാക്കിയുള്ളവരെല്ലാവരും ചേർന്ന് അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. ഏകദേശം പഠിച്ച് 8:30 ആയപ്പോഴേക്കും ശ്രീനന്ദ താഴേക്കിറങ്ങി. അതേസമയം അഥർവും ആര്യനും ഡിന്നർ കഴിക്കാനായി ഡൈനിങ് ഹാളിലേക്ക് വന്നു. എല്ലാവർക്കുമുള്ള ഭക്ഷണം ഭവാനിയമ്മ കൊണ്ടുവച്ചതും അവരെല്ലാവരും ഒരുമിച്ച് തന്നെ ആഹാരം കഴിച്ചു. ആഹാരമൊക്കെ കഴിച്ച് അഥർവ് കൈ കഴുകിക്കൊണ്ടിരിക്കുന്ന നേരത്താണ് അവൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. അഥർ, ദാ നിന്റെ ഫോൺ റിങ് ചെയ്യുന്നു. മേശപ്പുറത്തിരുന്ന് റിങ് ചെയ്യുന്ന അവൻ്റെ ഫോണിലേക്ക് നോക്കിക്കൊണ്ട് ഇന്ദിര അഥർവിനോടായി പറഞ്ഞു. വിഷ്ണു ആണല്ലോ വിളിക്കുന്നത്. അതും പറഞ്ഞുകൊണ്ട് അഥർവ് ഫോണെടുത്ത് ചെവിയോരം ചേർത്ത് വെച്ചു. എന്തുപറ്റി വിഷ്ണു? എന്താടാ? അഥർ, നീ എവിടെ, വീട്ടിലാണോ അതോ ഓഫീസിലോ? അല്ലടാ, ഞാൻ എന്താ വീട്ടിലുണ്ട്. എന്താ കാര്യം? വിഷ്ണുവിൻ്റെ സംസാരത്തിലെ പരിഭ്രമവും വെപ്രാളവും കേൾക്കെ അഥർവ് ചോദിച്ചു. എടാ, വേറൊന്നുമല്ല. മുത്തശ്ശിക്ക് ചെറിയൊരു വയ്യായിക്ക, നെഞ്ചുവേദനയാണെന്ന് അമ്മ പറഞ്ഞത്. ഞാനാണെങ്കിൽ സ്ഥലത്തില്ല. ഞാനിപ്പോൾ എറണാകുളത്താണ് നിൽക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യാമോ? നീ ഒന്ന് വീട്ടിലേക്ക് ചെന്നിട്ട് മുത്തശ്ശിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമോ? അതിനെന്താടാ, ഞാൻ ഇപ്പം തന്നെ പോകാം. അഥർവിൻ്റെ സംസാരം തന്നെ ശ്രദ്ധിച്ചിരിക്കുകയാണ് ഇന്ദിരയും മാധവനും ശ്രീനന്ദയും ഒക്കെ. എന്തുപറ്റി മോനെ? എന്താ പ്രശ്നം? ഫോൺ വെച്ച ഉടൻ തന്നെ ഇന്ദിര അഥർവിനോട് ചോദിച്ചു. അമ്മേ, അത് പിന്നെ വിഷ്ണുവിൻ്റെ മുത്തശ്ശിക്കൊരു വയ്യായിക. അവിടെ ഇപ്പോൾ ആരുമില്ല. ഞാനൊന്ന് വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോട്ടെ. അതെയോ? എങ്കിൽ നീ വേഗം ചെല്ലും മോനെ. ഇന്ദിരയും ധൃതിയോടെ പറഞ്ഞു. അഥർവ് വേഗം കാറിൻ്റെ കീയും എടുത്ത് ഇട്ടിരുന്ന വേഷത്തിൽ തന്നെ വിഷ്ണുവിൻ്റെ വീട് ലക്ഷ്യമാക്കി പാഞ്ഞു. ശ്രീനന്ദയും ആര്യനും ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞു. കുറേ നേരം അവർ രണ്ടുപേരും ലിവിംഗ് റൂമിലിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞു. നിങ്ങൾ രണ്ടാളും പോയി കിടന്നു. അഥർവ് വരാൻ എന്തായാലും ലേറ്റ് ആകുമായിരിക്കും. ഇന്ദിര പറഞ്ഞതോടെ ശ്രീനന്ദ ആര്യനെയും കൊണ്ട് നേരെ മുകളിലേക്ക് പോയി. അഥർവ് ചെയ്യുന്നത് പോലെ തന്നെ അവനെ ബാത്റൂമിൽ കയറ്റി ബ്രഷ് ചെയ്യിച്ചു. ഫ്രഷാക്കി നൈറ്റ് ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച ശേഷം ശ്രീനന്ദ ആര്യനുമായി ബെഡിലേക്ക് വന്നിരുന്നു. അവൻ ടാബും എടുത്ത് കിടക്കാൻ തുടങ്ങിയതും ശ്രീനന്ദ പറഞ്ഞു. ഇന്നൊരു കാര്യം ചെയ്യുക, മോൻ ചുവരിനോട് ചേർന്ന് കിടന്നു. അതെന്തിനാ അവിടെ കിടക്കുന്നേ? ഞാൻ ഇന്ന് മിഡിലല്ലേ കിടക്കുന്നേ. ഞാൻ മിഡിലേ കിടക്കൂ. അവൻ നിർബന്ധത്തോടെ പറഞ്ഞു. അതല്ല മോനെ, നമ്മൾ രണ്ടാളും ഉറങ്ങിയാലേ ഉറക്കത്തിൽ ചിലപ്പോൾ അറിയാതെ ആര്യക്കുട്ടൻ ഉരുണ്ട് താഴേക്ക് വീണു പോയാൽ എന്തു ചെയ്യും? മറ്റേ സൈഡിൽ പപ്പയില്ലല്ലോ. പിന്നെ ആര്യക്കുട്ടൻ്റെ പപ്പ വന്ന് ആൻറ്റിയെ വഴക്ക് പറയില്ലേ? ശ്രീനന്ദ കാര്യമായി ചോദിച്ചപ്പോൾ അതെയോ എന്ന അർത്ഥത്തിൽ ആര്യൻ ശ്രീനന്ദയെ നോക്കി. അവൾ അല്പം സീരിയസായി തലകുലിക്കിയതും അവൻ ഇത്തിരി നേരം ആലോചനയോടെ ഇരുന്ന ശേഷം നേരെ ചുവരിനോട് ചേർന്ന് കിടന്നു. അവന് തൊട്ടിപ്പുറത്തായി നടുക്ക് തന്നെ ശ്രീനന്ദയും കിടന്നു. കുറേയേറെ സമയം അവൻ ടാബിൽ വീഡിയോ ഗെയിം കളിച്ചു. ശേഷം ശ്രീനന്ദ പതിയെ അത് വാങ്ങി സൈഡ് ടേബിളിൽ വെച്ചു. ഇനി മതി, നാളെ സ്കൂളിൽ പോകാൻ എഴുന്നേൽക്കേണ്ടതല്ലേ, അതുകൊണ്ട് ഇനി ഇറങ്ങിക്കോ. അതും പറഞ്ഞുകൊണ്ട് ശ്രീനന്ദയും ആര്യനും കിടന്നു. ആൻറ്റിക്ക് സ്റ്റോറി അറിയാമോ? പെട്ടെന്നാണ് ആര്യൻ അങ്ങനെ ചോദിച്ചത്. സ്റ്റോറിയോ? ശ്രീനന്ദ മറുപടിയായി തിരിച്ചു ചോദിച്ചു. ബെഡ് ടൈം സ്റ്റോറി. ഞാനിടയ്ക്ക് അച്ഛമ്മയുടെ കൂടെ പോയി കിടക്കുമ്പോൾ അച്ഛമ്മ എനിക്ക് ബെഡ് ടൈം സ്റ്റോറി പറഞ്ഞു തരാറുണ്ട്. ആൻറ്റിക്കറിയാമോ അങ്ങനത്തെ സ്റ്റോറികൾ? മുത്തശ്ശി കഥകളാണ് കുഞ്ഞിച്ചക്കൻ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായതും ശ്രീനന്ദ ചിരിയോടെ തലകുലുക്കി. എങ്കിൽ എനിക്കൊരു സ്റ്റോറി പറഞ്ഞു തരാമോ പ്ലീസ്? ശ്രീനന്ദയുടെ മുഖത്തേക്ക് നോക്കി കിഞ്ചുന്നതുപോലെ ആര്യം ചോദിച്ചപ്പോൾ എന്തുകൊണ്ടോ മറ്റൊന്നും ചിന്തിക്കാണ്ട് അവൻ്റെ നെറ്റിയിലേക്ക് ചുണ്ട് ചേർത്തുപോയി അവൾ. അത്രമാത്രം ഓമനത്വം ഉണ്ടായിരുന്നു അവൻ്റെ മുഖത്ത്. പതിയെ ശ്രീനന്ദ കഥ പറഞ്ഞു തുടങ്ങി. ഒരിടത്തൊരിടത്ത് ഒരു രാജാവുണ്ടായിരുന്നു. രാജാവിന് വികൃതിയായൊരു കുഞ്ഞുണ്ടായിരുന്നു. ആൻറ്റി, വികൃതിയായ കുഞ്ഞെന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ആര്യന് മുഴുവനും സംശയമാണ്. അത് പിന്നെ ആര്യൻകുട്ടനെ പോലെ ഇത്തിരി കുറുമ്പൊക്കെയുള്ള ഒരു കുറുമ്പൻ കുട്ടി. ശ്രീനന്ദ ആര്യന്റെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞതും അത് ഇഷ്ടപ്പെട്ടതുപോലെ ആര്യൻ കൂടുതൽ ശ്രീനന്ദയോട് ഒട്ടിച്ചേർന്ന് കിടന്നു. തൻ്റെ മാറിലേക്ക് ആര്യന്റെ മുഖം അമർന്നതും പെട്ടെന്ന് ശ്രീനന്ദയ്ക്ക് താനൊരു അമ്മയായി എന്നുള്ള ചിന്ത ഉള്ളിലേക്ക് വന്നു. ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെ ഒരു കുഞ്ഞുമുഖം അവളോട് ഇത്രയും പറ്റിച്ചേർന്ന് കിടന്നത്.
അവൾക്ക് വല്ലാണ്ട് സന്തോഷം തോന്നി. ആലോചനയോടെ നന്ദ കിടന്നതും ആര്യൻ കൈയെത്തിച്ച് അവളുടെ കവളി തൊട്ടു. ആന്റി, സ്വപ്നം കണ്ട് കിടക്കാതെ കഥ പറയും. അവനൊരു പ്രത്യേക ടോണിലത് പറഞ്ഞതും ശ്രീനന്ദയുടെ മുഖത്ത് വീണ്ടും ചിരി. അവൾ കഥ പറഞ്ഞുകൊണ്ടിരുന്നു. ഇടയ്ക്ക് എപ്പോഴോ നോക്കുമ്പോൾ ആര്യന്റെ അനക്കമില്ല. അതോടെ അവൾക്ക് മനസ്സിലായി ആര്യൻ ഉറങ്ങിയെന്ന്. കാൽക്കീഴ് കിടന്ന ബ്ലാങ്കറ്റ് എടുത്ത് അവർ ഇരുവരും പുതച്ചു. കുറേ നേരം അഥർവിനു വേണ്ടി കാത്തിരുന്നെങ്കിലും ഏകദേശം 10-11 മണിയായപ്പോൾ ശ്രീനന്ദയ്ക്കും ഉറക്കം വന്നു. മെല്ലെ അവളും ഉറക്കത്തിലേക്ക് വഴുതി വീണു. അഥർവ് വരുമെന്നതിനാൽ ഇരുവരും മുറിയിൽ ലൈറ്റ് ഓഫ് ചെയ്തിട്ടില്ലായിരുന്നു. കതകും അടച്ചിട്ടുണ്ടായിരുന്നില്ല. അഥർവ് വന്ന ശേഷം മാറി കിടക്കാമെന്നായിരുന്നു അവളുടെ കണക്കുകൂട്ടൽ. വിഷ്ണുവിന്റെ അമ്മൂമ്മയ്ക്ക് ചെറിയൊരു നെഞ്ചുവേദന. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ECG മറ്റും എടുത്തു. അതിൽ പ്രത്യേകിച്ച് വേരിയേഷൻ അങ്ങനെയൊന്നും കണ്ടുപിടിക്കാനായില്ല. അതുകൊണ്ട് തന്നെ അന്നൊരു ദിവസം മുഴുവനും അവിടെ ഒബ്സർവേഷനിൽ കിടന്നിട്ട് നാളെ പോകാമെന്ന് ഡോക്ടർ അറിയിച്ചു. അതുകൊണ്ട് തന്നെ അഥർവ് തിരികെ മടങ്ങി വീട്ടിലേക്ക് വന്നു. അവൻ വന്ന സമയത്ത് ഇന്ദിരയായിരുന്നു ചെന്ന് വാതിൽ തുറന്നത്. ആര്യൻ ഉറങ്ങിയോ? പെട്ടെന്ന് അഥർവ് ഇന്ദിരയോട് ചോദിച്ചു. ആര്യനും ശ്രീനന്ദയും മുകളിലേക്ക് പോയിട്ടുണ്ട്. മിക്കവാറും ഇപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവും. മറുപടിയായി മൂളിക്കൊണ്ട് അഥർവും മുകളിലേക്ക് പോയി. അവൻ റൂമിലേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ച ഒരു പുതപ്പിനുള്ളിൽ പറ്റിച്ചേർന്ന് കിടന്നുറങ്ങുന്ന ശ്രീനന്ദയും ആര്യനെയുമാണ്. ആര്യനാണെങ്കിൽ ശ്രീനന്ദയെ ഒരു കൈ കൊണ്ട് കെട്ടിപ്പിടിച്ചു കിടന്നു. എന്തോ അഥർവ് അല്പനേരം ആ കാഴ്ച നോക്കി നിന്നു. ശ്രീനന്ദയെ അതുപോലെ തന്നെയാണ്. അവനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഉറക്കത്തിനിടയിലും. അപ്പോഴാണ് അഥർവ് ശ്രദ്ധിച്ചത്. എന്നും ശ്രീനന്ദ കിടക്കാറുള്ളിടത്ത് ആര്യൻ കിടക്കുന്നിടത്ത് നന്ദയുമാണ് കിടന്നത്. ഒരിത്തിരി നേരത്തെ ആലോചനയ്ക്ക് ശേഷം അഥർവിന് മനസ്സിലായി, മിക്കവാറും ആര്യനെ സൈഡിൽ കിടത്താനുള്ള ഭയം കൊണ്ടാവും അവൾ അവിടെ കിടന്നതെന്ന്. അവരിരുവരെയും നോക്കി ഒരു ചിരിയോടെ തന്നെ അഥർവ് ഫ്രഷ് ആവാനായി വാഷ്റൂമിലേക്ക് പോയി. ഫ്രഷായി തിരികെ ഇറങ്ങുമ്പോഴും രണ്ടാളും സുഖ ഉറക്കത്തിലാണ്. റൂമിന്റെ ഡോറ് ക്ലോസ് ചെയ്തിട്ട് അവൻ പതുക്കെ ബെഡിലേക്ക് വന്നിരുന്നു. പിന്നെ മെല്ലെ ശ്രീനന്ദയെ തട്ടി വിളിച്ച് ഉണർത്താനായി അവന്റെ വലങ്കൈ അവളുടെ ഷോൾഡറിന് നേരെ നീണ്ടെങ്കിലും പെട്ടെന്ന് തോന്നിയ ഒരു ഉൾപ്രേരണയുടെ പുറത്ത് അവൻ ആ കൈ പിൻവലിച്ചു. മറ്റൊന്നും കൊണ്ടല്ല, അത്രമേൽ നിഷ്കളങ്കമായി കിടന്നുറങ്ങുന്നവളെ ഉണർത്താൻ അവനും തോന്നിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ അവരിരുവരെയും ഉണർത്താതെ അവൻ നന്ദയ്ക്കരികിലേക്ക് തന്നെ കിടന്നു. മാക്സിമം അവളിൽ നിന്നും അകലം പാലിച്ചാണ് കിടപ്പ്. കുറേ നേരം ഉറങ്ങാതെ കിടന്നെങ്കിലും പതിയെ അവനും ഉറങ്ങി. രാവിലെ ആദ്യം ഉണർന്നത് നന്ദയാണ്. ഉണർന്നതൊന്നും പറയാൻ പറ്റില്ല. ഒരു നേരിയ ബോധം. കണ്ണിതുവരെ തുറന്നിട്ടില്ല. പക്ഷെ എന്തോ തനിക്ക് അത്ര പരിചിതമായ ഒരു ഗന്ധം. അത്രമേൽ അടുത്ത് കിട്ടിയതും ശ്രീനന്ദ ഒന്ന് കുറുകിക്കൊണ്ട് എഴുന്നേക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് അവൾ ആ സത്യം തിരിച്ചറിയുന്നത്. താൻ ഇത്രയും നേരം അഥർവിന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി അവന്റെ കൈത്തണ്ടയിലാണ് കിടന്നുറങ്ങിയതെന്ന്. പെട്ടെന്നൊരു ഞെട്ടലോടെ ചാടിപ്പടിഞ്ഞുകൊണ്ട് എഴുന്നേറ്റവൾ. അവൾക്ക് ഒരു വല്ലായ്മ തോന്നി. അവളുടെ മിഴികൾ ആര്യനെ തിരിഞ്ഞു. അവനാണെങ്കിൽ ചുവരിനോട് ചേർന്ന് കിടന്ന് സുഖമായി ഉറങ്ങുന്നു. ശ്രീനന്ദയുടെ മുഖം ഒരു വെപ്രാളത്തോടെ അഥർവിലേക്ക് പതിഞ്ഞു. അവനാണെങ്കിൽ ഒരു കൈ കണ്ണിന്റെ മുകളിലേക്ക് വെച്ച് ഇപ്പോഴും ഉറക്കത്തിലാണ്. നന്ദയ്ക്കെന്തോ വല്ലാത്ത ജാള്യത. പിന്നെ അവൾ അധികം നേരം അവിടെ നിൽക്കാണ്ട് വേഗം ചാടിപ്പടിഞ്ഞെഴുന്നേറ്റ് സ്വന്തം റൂമിലേക്ക് തന്നെ പോയി. അതേസമയം ഉണർന്നേറെ നേരമായിട്ടും എഴുന്നേൽക്കാതെ അതേ കിടപ്പായിരുന്നു അഥർവ്. മറ്റൊന്നും കൊണ്ടല്ല, ശ്രീനന്ദ അവന്റെ കൈയുടെ മുകളിലാണ് കിടന്നത്. അത് തന്നെ കാര്യം. രാത്രി എപ്പോഴുമാണ് അവൾ ചെരിഞ്ഞ് തനിക്കടുത്തേക്ക് വന്നത്. ഉറക്കത്തിലായതിനെ തന്നെ അവൾ ചേർന്ന് വന്നതും കൈത്തണ്ടയിലേക്ക് തലവെച്ചതുമൊന്നും അവനും അറിഞ്ഞിരുന്നില്ല. പിന്നെ എപ്പോഴോ തിരിച്ചറിഞ്ഞപ്പോൾ അവളെ ഉണർത്താനും അവന് മനസ്സ് വന്നില്ല. ശ്രീനന്ദ മുറിയിൽ നിന്ന് പോയതിന്റെ പിന്നാലെ ഒരു ചിരിയോടെ അഥർവ് എണീറ്റു. ഫ്രഷ് ആകാൻ പോകുമ്പോഴും തിരികെ ഇറങ്ങി വരുമ്പോഴുമെല്ലാം അവന്റെ മുഖത്ത് ആ ചിരിയുണ്ടായിരുന്നു. അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ടാണ് സ്റ്റോറി ലേറ്റായത്. സോറി കേട്ടോ. 2 ദിവസം കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. സമയം പോലെ ഞാൻ വരാം.